ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രജപം എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. ജപം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു തുളസിമാല 108 മണികളുള്ള ഒരു തുളസിമാല ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും വലിയ മണിയെ സുമേരുമണി അല്ലെങ്കിൽ രാധാകൃഷ്ണ മണി എന്ന് പറയുന്നു. ഈ വലിയ മണി പിടിച്ച് പഞ്ചതത്വ മഹാമന്ത്രം ചൊല്ലണം. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു എന്നാൽ ശ്രീകൃഷ്ണന്റെ കലിയുഗ അവതാരമായ ചൈതന്യ മഹാപ്രഭു. ബലരാമ അവതാരം നിത്യാനന്ദ പ്രഭു. ശ്രീ അദ്വൈത എന്നാൽ ശിവന്റെയും കൃഷ്ണന്റെയും സംബലിത അവതാര അദ്വൈതാചാര്യർ. രാധാറാണി അവതാരം ഗദാധര പണ്ഡിത്. പിന്നെ നാരദമുനി അവതാരം ശ്രീനിവാസ പണ്ഡിത്. ഇവരെയെല്ലാം നമസ്കരിച്ച് നാമജപം ചൊല്ലണം. ചൂണ്ടുവിരൽ മാലയെ സ്പർശിക്കാൻ പാടില്ല. ഇത് ഞാൻ എന്ന ഇതിനെ സൂചിപ്പിക്കുന്നു. ജപം ചൊല്ലുമ്പോൾ ഞാൻ എന്ന നിത്യാഹങ്കാരം വിടണം. അതുകൊണ്ടാണ് ചൂണ്ടുവിരൽ കാണിക്കരുത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഫുൾ ഒരു മണിയിൽ പിടിച്ച് ചൊല്ലിയതിനു ശേഷം അടുത്ത മണി നമ്മുടെ അടുത്തേക്ക് നീക്കാം. നിങ്ങൾക്ക് 2-3 മാല ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യു-ടേൺ എടുത്ത് പഞ്ചതത്വ മഹാമന്ത്രം ചൊല്ലി ജപം തുടരാം. ദിവസവും എത്ര മാല വേണമെങ്കിലും ജപിക്കാം. ആരംഭത്തിൽ ഒരു മാലയിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 4 മാല, 8 മാല, 12 മാല അങ്ങനെ ചൊല്ലാം. തുളസിമാല പരിശുദ്ധമാണ്, അതുകൊണ്ട് താഴെ ഇടാൻ പാടില്ല. അതിനുവേണ്ടി ജപമാല വയ്ക്കാൻ ഒരു ബാഗ് കൂടിയുണ്ട്. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.